ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. കണ്ടത് ട്രെയിലർ മാത്രമെന്നും സിനിമ പിറകെ വരുന്നുണ്ട് എന്നും ഗുജറാത്തിലെ ഭുജ് വ്യോമതാവളം സന്ദർശിച്ച് രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാൻ സഹായം നൽകുന്നത് ലോകത്തിന് ബോധ്യമായി. നിയന്ത്രണ രേഖ മറികടക്കാതെയാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തതെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. प्रमाण भी दिया है। प्रमाण इस बात का कि भारत की युद्ध नीति और टेक्नोलॉजी यानी तकनीक भी दोनों बदल चुकी है। आपने प्रधानमंत्री मोदी जी के नेतृत्व में नए भारत का संदेश पूरी दुनिया तक इस बार पहुंचा दिया है। और साथियों, यह संदेश है कि अब भारत केवल विदेशों से इंपोर्ट किए गए हथियारों और प्लेटफॉर्म्स पर ही निर्भर नहीं है, बल्कि भारत में बने अस्त्र और शस्त्र भी हमारी सैन्य शक्ति का अब हिस्सा बन चुके हैं। अब भारत में बने और भारतीय हथियारों से बने हथियार भी अचूक और अभेद्य हैं। यह पूरे विश्व ने देख लिया है। ब्रह्मोस मिसाइल की ताकत को तो पाकिस्तान ने खुद स्वीकार कर लिया है। हमारे देश में एक कहावत काफी पुरानी है और वह है दिन में तारे दिखना। मगर भारत में बनी ब्रह्मोस मिसाइल ने पाकिस्तान को रात के अंधेरे में दिन का उजाला दिखा दिया है। रात के अंधेरे में दिन का उजाला दिखा दिया है। भारत के जिस एयर डिफेंस सिस्टम की तारीफ हर तरफ हो रही है, ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, ബ്രഹ്മോസ് ഉപയോഗിച്ചു പാകിസ്ഥാനെതിരെ എന്നിതാദ്യമായി ഇന്ത്യ ഔദ്യോഗികമായി പറയുകയാണ്. ഇപ്പോൾ പ്രതിരോധ മന്ത്രി അത് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ബ്രഹ്മോസ് പാകിസ്ഥാനിൽ അർദ്ധരാത്രിയിൽ സൂര്യോദയം ഉണ്ടാക്കി എന്നാണ് ഭുജിൽ രാജ്നാഥ് സിംഗ് പറഞ്ഞത്. ഇതാദ്യമായാണ് അത്തരമൊരു സ്ഥിരീകരണം ഉണ്ടാകുന്നത്. റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു 15 ബ്രഹ്മോസുകൾ ഇന്ത്യ ഉപയോഗിച്ചു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. ഭുജിലെ വ്യോമതാവളത്തിൽ എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ പാകിസ്ഥാൻ പറയുന്നുണ്ടായിരുന്നു. അവിടെ നേരിട്ടെത്തിയാണ് പാകിസ്ഥാനെതിരെ കടുത്ത നടപടി ബ്രഹ്മോസ് ഉപയോഗിച്ചു എന്നതടക്കം പ്രതിരോധ മന്ത്രി പറയുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ചുരുക്കം? ശ്രീനാഥ്. വിജയകുമാർ, 3 കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ആദ്യത്തേത് ഭുജ് അടക്കമുള്ള വ്യോമത്താവളങ്ങൾ ആക്രമിച്ചു എന്ന പാകിസ്ഥാന്റെ ക്ലെയിം ഓരോ ഇടത്ത് ചെന്ന് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ ചേർന്ന് പൊളിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഭുജിലെത്തിയ പ്രതിരോധ മന്ത്രി അവിടെ നിന്ന് തന്നെ ഒരു പ്രസംഗം ഇപ്പോൾ നടത്തുന്നത്. ആ വ്യോമത്താവളത്തിന് ഒന്നും പറ്റിയിട്ടില്ല എന്ന സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തോടെ ആദ്യം ലഭിക്കുന്നത്. രണ്ടാമത്തേത്, പാകിസ്ഥാനെതിരെ നമ്മുടെ കൈവശമുള്ള ഏറ്റവും പ്രഹരശേഷി കൂടിയ ആയുധങ്ങൾ തന്നെ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് എന്ന വിവരം കൂടി ഔദ്യോഗികമായി അതിനൊരു ഔദ്യോഗിക സ്വഭാവം കൂടി ഉണ്ടാവുകയാണ്. ഒരു സ്ഥിരീകരണം പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ബ്രഹ്മോസ് മിസൈലുകൾ തന്നെ പാകിസ്ഥാനെതിരെ നമ്മൾ പ്രയോഗിച്ചിരുന്നു. പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങളിൽ കനത്ത നാശമുണ്ടായത് എങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് പ്രതിരോധ മന്ത്രി നൽകുന്നത്. ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസ് മിസൈലുകളെ തടുക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല. അങ്ങനെയാണ് വ്യോമത്താവളങ്ങളിൽ വലിയ നാശം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകുന്നതിൽ നിന്ന് ലോകരാജ്യങ്ങൾ ഇനിയെങ്കിലും പുറകോട്ട് പോകണം എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് അദ്ദേഹം നൽകുന്നത്. IMF ഈ പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെയും പാകിസ്ഥാന് സാമ്പത്തികമായ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അത് അടക്കമുള്ള നടപടികൾ നിർത്തണം. കാരണം പാകിസ്ഥാന് നൽകുന്ന സഹായങ്ങൾ അത്രയും പരോക്ഷമായി പോകുന്നത്, നിങ്ങൾ ചെയ്യുന്ന സഹായങ്ങൾ പരോക്ഷമായി അത് ഭീകരവാദത്തിന് സഹായിക്കുന്ന തരത്തിലേക്ക് മാറുന്നു. കാരണം ഈ സഹായങ്ങൾ പാകിസ്ഥാൻ നൽകുന്നത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കാണ്, ഭീകരർക്കാണ്. മസൂദ് അസറിന്, കൊടും ഭീകരനായ മസൂദ് അസറിന് 14 കോടി രൂപ നൽകാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യം കൂടി പ്രതിരോധ മന്ത്രി പറയുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ പാകിസ്ഥാന്റെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കാനും അവർക്കെതിരെ നമ്മൾ സ്വീകരിച്ച നടപടികൾ എത്രത്തോളം ശക്തമായിരുന്നു എന്ന കാര്യം സൂചിപ്പിക്കാൻ, ഒപ്പം തന്നെ അവർ നമ്മുടെ രാജ്യത്ത് ഒരു തരത്തിലുള്ള നാശവും ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനും പ്രതിരോധ മന്ത്രിയുടെ ഈ 2 ദിവസത്തെ സന്ദർശനത്തിലൂടെ കഴിയുകയാണ്. വിജയകുമാർ. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇതാദ്യമായാണ് ഇന്ത്യ പാകിസ്ഥാന് നേരെ ബ്രഹ്മോസ് ഉപയോഗിച്ചു എന്ന് വ്യക്തമാക്കുന്നത്. അത് പ്രതിരോധ മന്ത്രി തന്നെ ഭുജിലെത്തി അവിടുത്തെ വ്യോമതാവളത്തിലെത്തി അത് പറയുകയാണ്. പാകിസ്ഥാനിൽ അർദ്ധരാത്രിയിൽ ബ്രഹ്മോസിന്റെ സൂര്യോദയമാണ് നമ്മൾ കണ്ടത്, അവിടെ സൂര്യോദയം കൊണ്ടുവന്നു എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഭുജിലെ വ്യോമതാവളത്തിൽ വ്യക്തമാക്കിയത്. ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്ന്.